ഈശോയിൽ സ്നേഹമുള്ളവരെ, പുണ്യമിശിഹായ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും സ്വീകരിക്കുവാനായി നാം ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുമസിൻ്റെ സ്നേഹവും നന്മയും ഏവർക്കും ആശംസിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്. റാമായിൽ ഒരു വലിയ സ്വരം. റാഹേൽ തൻ്റെ സന്തതിയെ ഓർത്തുകൊണ്ട് കരയുന്നു. അവളെ ആശ്വസിപ്പിക്കുക അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹെറോദസ് രാജാവ് ഉണ്ണിയേശുവിനെ വധിക്കുവാനായി പദ്ധതിയിടുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ ജോസഫിനോട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുവാനും ദൈവം പറയുന്നത് വരെ അവിടെ വസിക്കുവാനുമായിട്ട് പറയുന്നുണ്ട്. ബെത്ലഹേം പ്രാന്തപ്രദേശങ്ങളിൽ ഭൂജാതരായ 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ണിമിശിഹായ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുന്നുണ്ട്. 2 തരത്തിൽ ഈ വചനഭാഗത്തെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, സ്വർഗത്തിലെ മാലാഖമാർ ഭൂമിയിലേക്ക് കടന്നു വരികയും ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ഉണ്ണിമിശിഹായുടെ ജനനത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ ത്യാഗം ചെയ്തതായിട്ട് നമുക്ക് അനുസ്മരിക്കാം. രണ്ടാമതായി, സ്വർഗത്തിലെ മാലാഖമാർ ഈ ഭൂമിയിൽ തങ്ങളുടെ ജീവിതം ഉണ്ണിമിശിഹായ്ക്ക് വേണ്ടി സമർപ്പണം ചെയ്തതിൻ്റെ ഓർമ്മയായിട്ട് വീണ്ടും പുനർജനിക്കുന്നു. ഒരിക്കൽ കൂടി ഉണ്ണിമിശിഹായുടെ ജനനത്തോടനുബന്ധിച്ച് നാം എല്ലാം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്ന കുഞ്ഞു പൈതങ്ങളെ, അവരെ സഹിച്ച ത്യാഗത്തെ, അവരുടെ ജീവിതത്തെയുമൊക്കെ ഓർക്കുകയും ലോകത്ത് എമ്പാടുമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഉണ്ണിമിശിഹായുടെ തിരുപ്പിറവിയോടനുബന്ധിച്ച് ലോകത്തിന് ശാന്തിയും സമാധാനവും സ്നേഹവും പ്രദാനം ചെയ്യുവാനായിട്ട് അവിടുന്ന് കടന്നു വന്നിരിക്കുന്നു. ഈ ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന സന്ദേശം, സ്വർഗത്തിലെ മാലാഖമാർ നമ്മുടെ വേദനകളും നമ്മുടെ സഹനങ്ങളുമൊക്കെ ഏറ്റെടുക്കുവാനായിട്ട് കടന്നു വരികയും നമ്മുടെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കുകയും സ്നേഹത്തിൽ നമ്മളെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുവെന്നാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.